ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇപ്പോൾ ഇന്ന് തന്നെ നമുക്കൊരു അംബ്രല്ല ഉണ്ടാക്കാം. ചില സ്കൂളുകളിലൊക്കെ ഈ അംബ്രല്ലയുടെ കോമ്പറ്റീഷൻസും അംബ്രല്ല ഡേ, ആർട്സ് ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോഴത്തേക്കും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ് ആയിട്ടൊക്കെ അംബ്രല്ല മേക്കിങ്. കൊച്ചു കുട്ടികൾക്കൊരു സിമ്പിൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അംബ്രല്ല നമുക്കിന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് അതേപോലെ കളർ പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് ഷീറ്റോ എടുക്കുക. അതിനുശേഷം ഈ കണ്ടതിൽ ഒന്ന് വട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലൊന്ന് മുറിച്ചെടുക്കണം. അതിന് ശേഷം ഈ കാണുന്നതിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കളർ പേപ്പേഴ്സൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ അതിൻ്റെ അകത്ത് വേണം കേട്ടോ ഗ്ലൂ തേച്ച് കൊടുക്കാനേ. എന്നാൽ ഞാൻ പണ്ടൊക്കെ ചെയ്തിരുന്നത് ഇതിന് പുറത്ത് ഗ്ലൂ തേക്കും, അകത്ത് ഗ്ലൂ തേക്കാണ്ടാണ് ചെയ്തിരുന്നത്. അന്നേരം കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഈ ഒരു അംബ്രല്ല പോലെ അങ്ങനെ കിട്ടില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിൽ ഓരോന്നിനെയും ഇങ്ങനെ വെച്ച് ഇതേപോലെ ഒന്ന് ഗ്ലൂ തേച്ചതിന് ശേഷം ഓരോന്ന് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കറക്റ്റ് ആയിരിക്കും നമ്മൾ ഒട്ടിക്കുന്നത്. അതിൻ്റെ തുറന്നിട്ടുള്ള ഭാഗം വേണം എപ്പോഴും സെയിം ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ ഇനി തുറക്കുകയാണെങ്കിൽ നമ്മുടെ അംബ്രല്ല റെഡി ആയിട്ടുണ്ടേ. അതിന് ശേഷം നമുക്കിത് അപ്പുറത്തൂടി ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ട് നമ്മുടെ അംബ്രല്ല റെഡിയെന്ന് വിചാരിക്കേണ്ട. ഇനി അംബ്രല്ല പിടിക്കാനുള്ള ആ ഒരു പിടി പോലത്തതും പിന്നെ കുറച്ച് അലങ്കുഴപ്പണികളും കൂടെ കഴിയുകയാണെങ്കിൽ നമ്മുടെ അംബ്രല്ല റെഡിയാവും. പിന്നെ അംബ്രല്ലയുടെ ആ ഒരു പിടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു സ്റ്റിക്കാണ് കേട്ടോ, ബാമ്പു സ്റ്റിക്കാണേ. അതിന് ശേഷം അതിന് നടുക്ക് എവിടെയെങ്കിലും ഒരു കുഞ്ഞ് ഹോള് കാണുമല്ലോ, അപ്പോൾ അത് നടുക്കിലേക്ക് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക്. അതിന് ശേഷം നമുക്ക് ഇതേപോലെ പേപ്പർ റോൾ ചെയ്തെടുക്കാം. ഇനി കഷ്ണം മതി കേട്ടോ. കുറച്ചുകൂടി നീളം ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അതിനുശേഷം ആ ഹോള് കണ്ടോ, അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് വളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അംബ്രല്ല റെഡി ആയിട്ടുണ്ട്. പക്ഷേ അത് കാണാൻ വൃത്തിയിടാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഗിൽറ്റ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അംബ്രല്ല റെഡി ഉണ്ട്. ഇത്രയേ ഉള്ളൂ. സോ ബൈ.